The theory of achievement motivation was developed by M.C. Cleland in 1951. M.C. Cleland ആണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ്റെ തിയറി ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് 1951. Achievement motivation is the desire to do better, to achieve unique accomplishment, to compete with a standard of excellence, and to involve oneself with long-term achievement goals. അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ബെറ്ററായിട്ട് ചെയ്യാൻ തീരുമാനിക്കുക, അതുപോലെ തന്നെ എക്സലൻസോട് കൂടി കോമ്പീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലോങ് ടേം അച്ചീവ്മെൻറ്റ് ഗോൾസിൽ ഇൻവോൾവ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. MC David considers achievement motivation as a system of goal direction in human activity that is closely related to competence, aggressiveness, dominance and pursuit of excellence. MC ഡേവിഡിൻ്റെ അഭിപ്രായത്തിൽ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ആക്ടിവിറ്റിയിലെ ഗോൾ ഡയറക്ഷൻ സിസ്റ്റമാണ്. അത് കോമ്പിറ്റൻസ്, അഗ്രസീവ്നെസ്, ഡോമിനൻസ്, എക്സലൻസ് ഇതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. Characteristics of achievement motivation. It involves an exalted self-esteem and self-image. It is conditioned by one's early training, experiences and subsequent learning. അതായത് ഇതിനകത്ത് നമ്മളുടെ ഏർലി ട്രെയിനിങ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇതൊക്കെയാണ് നമ്മുടെ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനെ കണ്ടീഷൻ ചെയ്യുന്നത്. അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ഇൻക്ലൂഡ്സ് നീഡ് ഫോർ സക്സസ് ആസ് വെൽ ആസ് നീഡ് ടു അവോയ്ഡ് ഫെയിലർ. അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് സക്സസ് ചെയ്യാനുള്ള നീഡും അതുപോലെ തന്നെ ഫെയിലർ അവോയ്ഡ് ചെയ്യാനുള്ള നീഡുമാണ്. ഇറ്റ് ഈസ് ആൻ ഔട്ട്കം ഓഫ് സോഷ്യൽ ലേണിംഗ് ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് വിച്ച് ഇൻഡിവിജ്വൽ ഹാവ് എക്സ്പീരിയൻസ്ഡ്. അതായത് നമുക്ക് കിട്ടുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് അതുപോലെ തന്നെ സോഷ്യൽ ലേണിങ്ങിൻ്റെ ഒരു ഔട്ട്കമാണ് എന്തെന്ന് പറയുന്നത് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനാണ്. സ്റ്റുഡൻസ് ഹു ഹാവ് ഹൈ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ വർക്ക് ഹാർഡ് ആൻഡ് പെർഫോം വെൽ ഓൺ സബ്ജക്ട്സ്. അതായത് ഹൈ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനുള്ള കുട്ടികൾ ഹാർഡ് വർക്ക് ചെയ്യുകയും അവർക്ക് സബ്ജക്റ്റിൽ നല്ലതായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ബ്രിങ്സ് എക്സലൻസ് ഇൻ ലേണിംഗ് പ്രോസസ്സ്. അതുപോലെ തന്നെ ലേണിംഗ് പ്രോസസ്സിൽ ഒരു എക്സലൻസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു സെറ്റ് എ ഹയർ ലെവൽ ഓഫ് ആസ്പിരേഷൻ ആൻഡ് ട്രൈസ് ടു മാക്സിമൈസ് ആങ്സൈറ്റി. ഒരു ഹയർ ലെവൽ ഓഫ് ആസ്പിരേഷൻ സെറ്റ് ചെയ്യാനും നമ്മുടെ ആങ്സൈറ്റി മാക്സിമൈസ് ചെയ്യാനും അതുകൊണ്ട് സാധിക്കുന്നുണ്ട്. റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ ഡെവലപ്പിംഗ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ. അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻസ് കൊണ്ടുവരുന്നതിൽ ടീച്ചേഴ്സിൻ്റെ റോളാണ് ഇനി അടുത്തത്. പ്രൊവൈഡ് പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ ഇൻ ദ ക്ലാസ് ആൻഡ് ഔട്ട്സൈഡ് ദ ക്ലാസ്. ക്ലാസ് റൂമിൻ്റെ അകത്തും പുറത്തും പ്ലസൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാം. ടീച്ചർ ഷുഡ് അസൈൻ ഇൻഡിപെൻഡൻറ്റ് റെസ്പോൺസിബിലിറ്റി ടു ദ ലേണേഴ്സ്. കുട്ടികൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്ത് കൊടുക്കുക. ടീച്ചർ ഷുഡ് ആസ്ക് ദം ടു കീപ്പ് റെക്കോർഡ്സ് ഓഫ് ദെയർ പ്രോഗ്രസ് ടുവേർഡ്സ് ഗോൾ. ഇപ്പോൾ കുട്ടികൾക്ക് ഓരോ ഗോൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഗോളിലേക്ക് അവരെത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രസ് ഒരു റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് പറയാം. സെൽഫ് സ്റ്റഡി ഷുഡ് ബി എംഫസൈസ്ഡ്. എപ്പോഴും സെൽഫ് സ്റ്റഡിക്ക് പ്രാധാന്യം കൊടുക്കുക. ടീച്ചർ ഷുഡ് മേക്ക് ക്ലിയർ ദ ഇമ്പോർട്ടൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് മോട്ടീവ് ഇൻ ലൈഫ് ബൈ മീൻസ് ഓഫ് ടെല്ലിംഗ് ദ സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് മെൻ ആൻഡ് ദെയർ അച്ചീവ്മെൻറ്റ്സ്. അതായത് എപ്പോഴും കുട്ടികൾക്ക് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്രേറ്റ് മെൻ്റെ സ്റ്റോറീസും അവരുടെ അച്ചീവ്മെൻറ്റ്സും ഒക്കെ പറഞ്ഞു കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അക്കിൻസൺ വ്യൂ ആണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനിൽ. അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസയർ ടു അക്കംപ്ലിഷ് ഡിഫിക്കൽട്ട് ടാസ്ക് ആൻഡ് മീറ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് എക്സലൻസ്. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് ചെയ്യാനായിട്ടൊരു ഡിസയർ എടുക്കുക, അതുവഴി എക്സലൻസ് നമ്മൾ മീറ്റ് ചെയ്യുക. ഇതിനെ അദ്ദേഹം വിളിച്ച വേറൊരു പേരാണ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. അടുത്ത എന്താണ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് എന്ന് ഒന്നും കൂടെ നോക്കാം. എ നീഡ് ടു സക്സീഡ് ആൻഡ് ടു സ്ട്രൈവ് അഗെയിൻസ്റ്റ്
സ്റ്റാൻഡേർഡ്സ് ഓഫ് എക്സലൻസ്. ഇറ്റ് സെർവ്സ് ടു മോട്ടിവേറ്റ് ആൻ ഇൻഡിവിജ്വൽ ടു ഡു വെൽ. നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം സക്സസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലുണ്ടാവുന്നൊരു നീഡാണ്. അത് ഒരു ഇൻഡിവിജ്വലിനെ നല്ല രീതിയിൽ ചെയ്യുന്നതിന് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നല്ല എക്സലൻസോട് കൂടി ചെയ്യാനൊക്കെ ഇതുവഴി സാധിക്കുന്നുണ്ട്. According to Atkinson, the motivation to achieve is a function of the relative strengths of the hope of success and the fear of failure. അതുപോലെ തന്നെ അക്കിൻസൻ്റെ അഭിപ്രായത്തിൽ ഒരു ആൾക്ക് മോട്ടിവേഷൻ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത് നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ എത്രത്തോളം സക്സസ് ഉണ്ടാവും എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടാവുമല്ലോ, അതേപോലെ തന്നെ അത് ഫെയിലർ ആവുമോ എന്നുള്ളൊരു ഫിയർ ഉണ്ടാവും. അപ്പോൾ അത് രണ്ടിൻ്റെയും തമ്മിലുള്ളൊരു ഫങ്ഷൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാവുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. The theory of need achievement proposes that individuals can be broadly categorized in terms of their motives to avoid failure and approach success. ഈ ഒരു തിയറി പ്രകാരം ഇൻഡിവിജ്വൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മുടെ മോട്ടീവ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ പറയുന്ന മോട്ടീവ് എന്ന് പറയുന്നത് നമ്മൾ അതെങ്ങനെ സക്സസ് ആക്കി മാറ്റും, അതിനൊരു മോട്ടീവ് നമുക്കുണ്ടാവും. അതുപോലെ തന്നെ ഫെയിലർ എങ്ങനെ അവോയ്ഡ് ചെയ്യും, അങ്ങനെ രണ്ട് തരത്തിലുള്ള മോട്ടീവാണ് ഉണ്ടാവുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ വ്യക്തികളെയും ക്ലാസിഫൈ ചെയ്യുന്നത്. Atkinson explains that the need for achievement is determined by the strength of two tendencies, motivation toward success and motivation toward avoidance of failure. അതുപോലെ തന്നെ അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് രണ്ട് ടെൻഡൻസീസ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒന്നെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സക്സസ് ഉണ്ടാവാനുള്ളൊരു മോട്ടിവേഷൻ, അതുപോലെ തന്നെ ഫെയിലിയർ അവോയ്ഡ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ. ബോത്ത് ഓഫ് ടെൻഡൻസീസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ എക്സ്പീരിയൻസസ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് പാരൻസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ആർ കമ്പോസ്ഡ് ഓഫ് 3 ഫാക്ടേഴ്സ്. അതായത് ഈ രണ്ട് ടെൻഡൻസി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡിലുള്ള എക്സ്പീരിയൻസും അതുപോലെ തന്നെ നമ്മുടെ പാരൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. ഇതിനകത്ത് 3 ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഈ നീഡ് ഫോർ അച്ചീവ്മെൻറ്റിനകത്ത് 3 ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഓറിയൻറ്റേഷൻ. ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സക്സസ്സിനോട് ഉണ്ടാകുന്ന മോട്ടീവും അതുപോലെ തന്നെ ഫെയിലർ അവോയ്ഡ് ചെയ്യാനുള്ളൊരു മോട്ടീവും. രണ്ടാമത്തെ എക്സ്പെക്റ്റേഷനാണ്. അതായത് നമുക്കൊരു സബ്ജക്റ്റീവ് എസ്റ്റിമേഷൻ ഉണ്ടാവുമല്ലോ, എത്ര ചാൻസ് സക്സസ് ആവും, എത്ര ചാൻസ് ഫെയിലർ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെയാണ് നമ്മൾ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ വാല്യൂ ആണ്. അതായത് നമുക്ക് ആ ഒരു കാര്യം കഴിയുമ്പോൾ സക്സസ് ആണോ ഫെയിലർ ആണോ അപ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടാവുമല്ലോ, അതാണ് അവിടെ പറയുന്നത്. Atkinson has developed a mathematical model for need for achievement, NAC, that relates a person's expected value of succeeding or failing at a task to the person's level of achievement, motivation and fear of failure. It is given as NAC is equal to TS minus TAF. അതായത് ഈ ഒരു കാര്യം അദ്ദേഹം ഒരു മാത്തമെറ്റിക്കൽ മോഡലിലാണ് അത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്കുണ്ടാവുന്ന ഒരു വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവസാനം, അത് നമുക്ക് സക്സസ് ആണോ ഫെയിലർ ആണോ അവസാനം ഉണ്ടാവുന്നത് അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു കാൽക്കുലേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നീഡ് ഫോർ അച്ചീവ്മെൻറ്റിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് NAC എന്ന് പറയുന്നത്. അതൊരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ TS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോച്ച് ടെൻഡൻസി ഓഫ് സബ്ജക്റ്റ് ആണ്. TAF എന്ന് പറഞ്ഞാൽ ടെൻഡൻസി ടു അവോയ്ഡ് ഫെയിലർ. അതായത് നമുക്ക് എത്രത്തോളം സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എത്രത്തോളം നമുക്ക് ഫെയിലറിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ഒരു മോഡൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.